നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ തരംഗമായ കുംഭമേള വൈറൽ താരവും ഭർത്താവ് ഫർമാൻ ഖാനും പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ചെന്ന പരാതിയിൽ മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലെത്തി തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് നാടകീയമായ ഈ തിരോധാനം. തൃക്കാക്കര കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ റെയ്ഡുകളിൽ ഇവരെ കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കൊച്ചിയിൽ താമസിച്ചിരുന്ന ഇവർ പോലീസിനോട് സംരക്ഷണം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നു. തന്നെ മധ്യപ്രദേശിലേക്ക് തിരികെ കൊണ്ടുപോകാൻ അനുവദിക്കരുത് എന്നായിരുന്നു പെൺകുട്ടിയുടെ ആവശ്യം. എന്നാൽ മധ്യപ്രദേശ് പോലീസ് തൃക്കാക്കര പോലീസിന്റെ സഹായത്തോടെ തിരച്ചിൽ ആരംഭിച്ചതോടെ ഇവർ താമസ സ്ഥലം മാറുകയായിരുന്നു. ഇവർ കൊച്ചി വിട്ട് മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയതാകാം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഫർമാൻ ഖാനെ സഹായിക്കുന്ന സുഹൃത്തിനെ കണ്ടെത്താനും പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ തിരുവനന്തപുരം അരുമാനൂർ നൈന ദേവീക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം. ഈ ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, AA റഹീം എന്നിവർ പങ്കെടുത്തത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇത് യഥാർത്ഥ കേരള സ്റ്റോറി എന്നായിരുന്നു അന്ന് MV ഗോവിന്ദൻ വിശേഷിപ്പിച്ചത്. എന്നാൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് കണ്ടെത്തിയതോടെ വിവാഹത്തിൽ പങ്കെടുത്ത പ്രമുഖർക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുക്കണമെന്ന ആവശ്യവുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. വിവാഹത്തിനായി ഹാജരാക്കിയ ആധാർ കാർഡിൽ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്തി. 2009-ലാണ് പെൺകുട്ടി ജനിച്ചതെന്നാണ് ആശുപത്രി രേഖകൾ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആധാർ കാർഡ് വ്യാജമായി നിർമ്മിച്ചതാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ കേരളത്തിൽ കഴിയുന്നതെന്ന് പെൺകുട്ടി അവകാശപ്പെടുന്നുണ്ട് എങ്കിലും പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ സിനിമാ മോഹം നൽകി കടത്തിക്കൊണ്ടുവന്നതാണെന്നാണ് മധ്യപ്രദേശിലെ വീട്ടുകാരുടെ പരാതി. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കൊച്ചിയിൽ ക്യാമ്പ് ചെയ്യുന്ന മധ്യപ്രദേശ് പോലീസ് സംഘവും വരും ദിവസങ്ങളിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കും. നിയമക്കുരുക്ക് മുറുകുന്നതിനിടെ ഒളിവിൽ പോയ ദമ്പതികളെ കണ്ടെത്തുക എന്നത് പോലീസിന് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. രേഖകളിലെ വൈരുദ്ധ്യവും VVIPകളുടെ സാന്നിധ്യം ഈ കേസിനെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമാക്കുന്നു. മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിൽ വലവിരിച്ചിട്ടും പോക്സോ കേസ് പ്രതിയും പെൺകുട്ടിയും കൊച്ചി നഗരത്തിൽ നിന്ന് അപ്രത്യക്ഷമായത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. സംരക്ഷണം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയ തൊട്ടടുത്ത നിമിഷം ഇവർ എങ്ങനെ ഒളിവിൽ പോയി? കേരള പോലീസിന്റെ മൂക്കിന് താഴെ നടന്ന ഈ തിരോധാനം അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രതികൾക്ക് രക്ഷപ്പെടാൻ പ്രാദേശികമായും രാഷ്ട്രീയമായോ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ വ്യക്തമാക്കണം. വിവാഹത്തിന് സാക്ഷ്യം വഹിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതിനെ യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് വിശേഷിപ്പിച്ചത് ഇത് പരിഹാസ്യമായി മാറിയിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ വിവാഹത്തെയാണോ ഇത്ര വലിയ വിപ്ലവമായി ഭരണകക്ഷി കൊണ്ടാടിയത്? ദേശീയ പട്ടികവർഗ കമ്മീഷൻ പെൺകുട്ടിക്ക് 16 വയസ്സേ ഉള്ളൂ എന്ന് കണ്ടെത്തിയതോടെ ഈ വിപ്ലവ ഗീതം ഒരു കൊടും കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നതിന്റെ രേഖയായി മാറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഈ വിവാഹത്തിന് മുൻകൈ എടുത്തത് വഴി എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? ഒരു വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ വധൂവരന്മാരുടെ നിയമപരമായ രേഖകൾ പരിശോധിക്കാനുള്ള ബാധ്യത ഇല്ലെങ്കിൽ പോലും ഗൗരവകരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു കേസിൽ അതിഥിയായി എത്തിയത് ഭരണകൂടത്തിന് ചേർന്നതാണോ? ആധാർ കാർഡിലെ തിരിമറികൾ പുറത്തു വരുമ്പോൾ ഈ ചടങ്ങിന് നിയമസാധുത നൽകാൻ ശ്രമിച്ചവർക്ക് ഇതിൽ നിന്ന് കൈകഴുകാൻ കഴിയില്ല. മറ്റേതെങ്കിലും സാധാരണക്കാരനാണ് ഇത്തരമൊരു വിവാഹം നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് അവർ ജയിലഴിക്കുള്ളിൽ ആയേനെ. എന്നാൽ ഇവിടെ പ്രതിയെ സഹായിക്കുന്ന നിലപാടാണ് പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നത്. പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് വന്നതെന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കില്ല. നിയമം അനുശാസിക്കുന്ന പ്രായം തികയാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നത് കുറ്റകൃത്യമാണ്. അതിനെ പ്രണയം എന്ന ലേബലിൽ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടും കേരള സർക്കാർ പ്രതിരോധത്തിലാവുകയാണ്. DGP നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശം കേരള പോലീസിന്റെ അന്വേഷണത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ് കാണിക്കുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് പന്താടാൻ അനുവദിക്കില്ലെന്ന് പൊതുസമൂഹം വിളിച്ചു പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെട്ടത് പോലീസിന്റെ കഴിവുകേടാണോ അതോ ഉന്നതതലത്തിലുള്ള ഒത്തുകളിയാണോ എന്ന് സർക്കാർ ജനങ്ങളോട് പറയണം. നവോത്ഥാന കേരളം എന്ന് അഭിമാനിക്കുന്ന നമ്മൾ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് മന്ത്രിമാർ സാക്ഷിയായ ഈ നാണക്കേടിന് എന്ത് മറുപടിയാണ് നൽകുന്നത്? സോഷ്യൽ മീഡിയയിലെ താൽക്കാലിക തരംഗങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ നിയമത്തിന്റെയും ധാർമ്മികതയുടെയും അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുന്നത് സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കേരളം ഉറ്റുനോക്കുകയാണ്. ഈ കേസ് എന്നത് വരുംകാല കേരളം ലജ്ജയോടെ മാത്രം ഓർക്കേണ്ട ഒന്നായി മാറിയിരിക്കുന്നു. സാംസ്കാരിക ഔന്നത്യത്തെക്കുറിച്ചും നവോത്ഥാന മൂല്യങ്ങളെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന ഒരു ഭരണകൂടത്തിന് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ വിവാഹത്തെ നവോത്ഥാന മാതൃകയാക്കി അവതരിപ്പിക്കേണ്ടി വന്നു എന്നത് തന്നെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്.
നിയമം നിർമ്മിക്കുന്നവരും അത് നടപ്പിലാക്കേണ്ടവരും തന്നെ നിയമലംഘനത്തിന് കുടപിടിക്കുന്ന കാഴ്ചയാണ് അരിമാനൂരിലെ ആ ക്ഷേത്രമുറ്റത്ത് നമ്മൾ കണ്ടത്. ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഒരു ജനാധിപത്യ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി എത്രത്തോളം ദുരുപയോഗം ചെയ്യാം എന്നതിൻ്റെ പച്ചയായ തെളിവ് കൂടിയാണ്. വിദ്യാഭ്യാസ മന്ത്രിയും ഭരണകക്ഷിയുടെ അമരക്കാരനും ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവർ നൽകുന്ന സന്ദേശം ആ ചടങ്ങിന് നിയമപരമായ അംഗീകാരം കൂടിയാണ്. പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ശാസ്ത്രീയമായി കണ്ടെത്തുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുത്തവർ ഓരോരുത്തരും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യത്തിന് ധാർമ്മികമായെങ്കിലും ഉത്തരവാദികളായി മാറുകയാണ്. ആധാർ കാർഡിൽ തിരിമറി നടത്തി പ്രായം വർദ്ധിപ്പിച്ചു കാട്ടി നിയമത്തെ കബളിപ്പിച്ചവർക്ക് ഒത്താശ ചെയ്തത് ആരാണ്? മധ്യപ്രദേശിൽ നിന്നൊരു പെൺകുട്ടിയെ സിനിമാ മോഹം നൽകി കേരളത്തിലെത്തിച്ചപ്പോൾ അത് മനുഷ്യക്കടത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കാൻ തയ്യാറാകാത്ത ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ പ്രതികൾ ഒളിവിൽ പോയെന്ന് പറയുന്നത് ആരെ പരിഹസിക്കാനാണ്? കൊച്ചിയിലെ പോലീസിന്റെ നിരീക്ഷണ വലയത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രതികൾക്ക് ഒളിവിൽ പോകാൻ സാധിച്ചുവെങ്കിൽ അത് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പരാജയമല്ല, രാഷ്ട്രീയ യജമാന്മാരെ പ്രീണിപ്പിക്കാൻ പോലീസ് നടത്തുന്ന ഒത്തുകളിയാണ്. സംരക്ഷണം തേടി അപേക്ഷ നൽകിയ ഒരു പെൺകുട്ടി മണിക്കൂറുകൾക്കുള്ളിൽ അപ്രത്യക്ഷയാകുന്നത് അവിശ്വസനീയമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ ആരുടേതാണ്? അധികാരത്തിന്റെ ഇടനാഴിയിൽ സ്വാധീനമുള്ളവർക്ക് വേണ്ടി നിയമം വഴിമാറിക്കൊടുക്കുന്ന ഈ പ്രവണത ഭയാനകമാണ്. സാധാരണക്കാരന്റെ വീട്ടിലെ ഒരു കുട്ടി പ്രണയിച്ചു പോയാൽ സദാചാരം പ്രസംഗിക്കുന്നവരും നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് പീഡിപ്പിക്കുന്നവരും എവിടെ പോയി മറഞ്ഞു? ഇതൊരു യഥാർത്ഥ കേരള സ്റ്റോറിയാണെന്ന് ആവേശം കൊണ്ടവർ ഇന്ന് മൗനത്തിലാണ്. ആ മൗനം കുറ്റസമ്മതത്തിന് തുല്യമാണ്. പാവപ്പെട്ടവന്റെ മക്കൾക്ക് നീതി നിഷേധിക്കപ്പെടുകയും സോഷ്യൽ മീഡിയ വൈറൽ താരങ്ങൾക്കും അവരുടെ സംരക്ഷകർക്കും വേണ്ടി ചുവപ്പ് പരവതാനി വിരിക്കുകയും ചെയ്യുന്ന ഈ വ്യവസ്ഥിതി തിരുത്തപ്പെടേണ്ടതാണ്. കേന്ദ്ര ഏജൻസികളും ദേശീയ കമ്മീഷനും ഈ കേസിൽ കർശന നിലപാട് സ്വീകരിച്ചത് കേരള പോലീസിനും സർക്കാരിനും വലിയ തിരിച്ചടിയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന ഭരണഘടനാ തത്വം അട്ടിമറിക്കപ്പെടുമ്പോൾ നീതിപീഠങ്ങളിലാണ് ഇനി ജനങ്ങളുടെ പ്രതീക്ഷ. ഈ ഒളിച്ചുകളി അധികകാലം നിൽക്കില്ല. വ്യാജരേഖകൾ ചമച്ചവരും അതിന് കൂട്ടുനിന്ന ഭരണാധികാരികളും പ്രതികളെ ഒളിവിൽ പാർപ്പിച്ചവരും ജനകീയ വിചാരണ നേരിടേണ്ടി വരും. കേരളത്തിന്റെ മണ്ണിൽ നിയമം നടപ്പിലാക്കുന്നത് ആരുടെയും ഔദാര്യമല്ല, അത് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും അവകാശമാണ്. ആ അവകാശത്തിന്മേൽ അധികാരം കൊണ്ട് കരിനിഴൽ വീഴ്ത്താൻ നോക്കുന്നവർ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടിയിൽ എറിയപ്പെടുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. നിയമത്തിന്റെ നീതിപീഠം ഈ അനീതിക്കെതിരെ എന്ത് വിധി പുറപ്പെടുവിക്കുമെന്ന് കാണാൻ അതുവരെ വഞ്ചിക്കപ്പെട്ട, നീതിക്ക് വേണ്ടി തകർക്കപ്പെട്ട നിയമവ്യവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം. കാരണം നിങ്ങളുടെ മൗനമാണ് ഇത്തരം ഭരണകൂട ഭീകരതകൾക്ക് വളമാകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.